ഒരു പുതിയ വർഷം കൂടെ ദിവസങ്ങൾക്കകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഓരോ പുതുവർഷങ്ങളും കടന്നു വരുന്നത് പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും ആയിരിക്കും. വരാനിരിക്കുന്ന വർഷം ഈ വർഷത്തെക്കാൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ടതായിരിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. എന്നാൽ വരാനിരിക്കുന്ന വർഷം മെച്ചപ്പെട്ടതാകണമെങ്കിൽ കഴിഞ്ഞ വർഷം ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് അതിന് വരവേറ്റെങ്കിലല്ലേ വരാനിരിക്കുന്ന വർഷം മെച്ചപ്പെട്ടതാകുകയുള്ളൂ. അപ്പോൾ വരാനിരിക്കുന്ന 2026 കൂടുതൽ കളർഫുൾ ആക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളും ട്രിക്സുകളും ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ടു ചില്ലറക്കാര്യം. അപ്പോൾ 2026 കളർഫുൾ ആക്കാൻ വേണ്ട ആദ്യത്തെ പോയിന്റാണ് റീസെറ്റ് യുവർ ബെഡ്റൂം. നിങ്ങളുടെ ബെഡ്റൂം ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അതായത് നിലവിൽ ഇട്ടിരിക്കുന്ന കോർണറിൽ നിന്ന് മാറ്റി മറ്റൊരു കോർണറിലേക്ക് ബെഡ് മാറ്റിയിടുക. നിങ്ങളുടെ ബെഡ്ഷീറ്റിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണിലുള്ള ഒരു പുതിയ ബെഡ്ഷീറ്റ്, കളർഫുൾ ബെഡ്ഷീറ്റ് വാങ്ങിയിടുക. നിങ്ങൾ ഉണർന്നാൽ ആദ്യം കാണുന്ന ചുമരിൽ തന്നെ ഒരു നല്ല ഫോട്ടോ തൂക്കിയിടുക. അതേപോലെ തന്നെ അതിനോടടുത്തായിട്ട് തന്നെ ഒരു ക്ലോക്കും തൂക്കിയിടുക. ആ ക്ലോക്ക് നിങ്ങൾക്ക് എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉണർന്നാൽ തന്നെ നിങ്ങളെ സമയത്തെക്കുറിച്ച് റിമൈൻഡ് ചെയ്യാനും ആ സമയം നിങ്ങൾക്ക് വാല്യുബിളായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും നിങ്ങളത് ഉപകരിക്കണം. അപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ഒന്ന് റീസെറ്റ് ചെയ്യുക. ഒരു വർഷം കളർഫുൾ ആകണമെങ്കിൽ അതിലെ ഓരോ ദിവസങ്ങളും കളർഫുൾ ആയിരിക്കണം. ആ ഓരോ ദിവസങ്ങളും കളർഫുൾ ആയിരിക്കണമെങ്കിൽ നിങ്ങൾ രാവിലെ എണീക്കുന്നത് വളരെ മാന്യമായ രീതിയിൽ ഉറക്കം കിട്ടി ഉന്മേഷവാന്മാരായിട്ടായിരിക്കണം. അതുകൊണ്ട് ഓരോ ദിവസവും കളർഫുൾ ആകാൻ നിങ്ങളുടെ ഉറക്കം വളരെ കൃത്യമായിട്ട് 7 മണിക്കൂറെങ്കിലും മിനിമം ഉറക്കം കിട്ടുന്നതെന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഉറക്ക സമയം ചിട്ടപ്പെടുത്തുക. അസ്തമയത്തിന് തൊട്ട് മുമ്പും ഉദയ സമയത്തും നിങ്ങൾ ഉറങ്ങാതിരിക്കുക. ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഉന്മേഷം കിട്ടാൻ ഇത് ഉപകരിക്കും. 2026 ഒരു ദിവസം കളർഫുൾ ആക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പോയിന്റാണ് റീഫ്രഷ് യുവർ വാർഡ്രോബ്. നിങ്ങളുടെ അലമാരകളിൽ ഇരിക്കുന്ന ഉപയോഗിക്കാത്തതോ അല്ലെങ്കിൽ പഴകിയതോ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുക. സൗജന്യമായിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക. ജമിയ ഖൈരിയ പോലുള്ള കലക്ഷൻ കോഴ്സുകളിൽ അതുകൊണ്ട് നിക്ഷേപിച്ച് നിങ്ങൾ വാർഡ്രോബ് ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളത്. 2026 കളർഫുൾ ആക്കാൻ നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു പോയിന്റാണ് ഓഡിറ്റ് യുവർ ഫൈനാൻസ്. വർഷം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് റിവ്യൂ ചെയ്യുക, ഒന്ന് ഓഡിറ്റ് ചെയ്യുക. കയ്യിലുള്ള കാശ് എത്രയാണ്, നിങ്ങളുടെ അസറ്റ് എത്രയാണ്, കിട്ടാനുള്ള കാശ് എത്രയാണ്, കൊടുക്കാനുള്ള കാശ് എത്രയാണ് എന്നിവയെല്ലാം ഒന്ന് റിവ്യൂ ചെയ്ത് കൃത്യമായിട്ട് എഴുതി വെക്കുക. അതേപോലെ തന്നെ 1-ാം തീയതി മുതൽ നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ വളരെ കൃത്യമായിട്ട്, എത്ര ചെറിയ സംഖ്യയാണെങ്കിലും വളരെ കൃത്യമായിട്ട് ആ കണക്കുകളൊക്കെ എഴുതി സൂക്ഷിക്കുക. വരാനിരിക്കുന്ന വർഷത്തെ കളർഫുൾ ആക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പോയിന്റാണ് റിവ്യൂ യുവർ ഹെൽത്ത് കണ്ടീഷൻ. നിങ്ങളുടെ ശാരീരിക പ്രയാസങ്ങളെ വെക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി കണ്ടെത്തി ചികിത്സ തേടുക. BP, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം സേഫ് റേഞ്ചിലാണെന്ന് ഉറപ്പുവരുത്തുക. 2026 കളർഫുൾ ആക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പോയിന്റാണ് ഓർഗനൈസ് യുവർ വർക്ക് സ്പേസ്. നിങ്ങളുടെ ജോലി സ്ഥലം, അത് വീടായാലും ഓഫീസായാലും കാറായാലും വാഹനങ്ങളിലായാലും എന്താണ് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം, ആ ജോലി ചെയ്യുന്ന സ്ഥലം വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് എല്ലാം വൃത്തിയിലും വെടിപ്പിലും സൂക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു എനർജി കിട്ടുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ആ ദിവസം മുൻപൻ ഉന്മേഷം കിട്ടാനും അതേപോലെ തന്നെ ത്രൂ ഔട്ട് ദ ഇയർ നിങ്ങൾക്ക് ഉന്മേഷം കിട്ടാനും അത് 26 കളർഫുൾ ആക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലീൻ യുവർ കാർ. കാറിൻ്റെ ഉൾവശം ഒന്ന് വളരെ ക്ലീൻ ആക്കി വൃത്തിയാക്കി കുറച്ച് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അതിലുള്ള ബോട്ടിലുകളും അനാവശ്യ ടിഷ്യൂ പേപ്പറുകളും മറ്റുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡാഷിൽ കിടക്കുന്ന അനാവശ്യ പേപ്പറുകൾ ഇതെല്ലാം മാറ്റി കാറിനെ അകവും പുറവും ഒന്ന് കൃത്യമായി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. 26 കളർഫുൾ ആക്കാൻ 24 hours നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന നമ്മുടെ പേഴ്സിനെ വൃത്തിയായി സൂക്ഷിക്കുക എന്നാണ്. അനാവശ്യ ബില്ലുകൾ, ബിസിനസ് കാർഡുകൾ, പഴയ നോട്ടുകൾ, ചില്ലറകൾ ഇതെല്ലാം പേഴ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പേഴ്സിനെ വൃത്തിയാക്കി ഒന്ന് സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ പാർട്ട്ണറുടെ അല്ലെങ്കിൽ മക്കളുടെയൊക്കെ ഫോട്ടോ അതിലുണ്ടെങ്കിൽ പഴയത് മാറ്റി പുതിയ ഫോട്ടോ വെക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേരും നമ്പറും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരാളുടെ പേരും നമ്പറും ഒരു കടലാസിൽ എഴുതി പേഴ്സിൽ സൂക്ഷിക്കുക. എപ്പോഴും എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമോ വരികയാണെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത സമയത്ത്, ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് വീണ് പോയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അപകടം വന്ന സമയത്ത് മറ്റൊരാളെ ബന്ധപ്പെടണമെങ്കിൽ ഇത്തരം കോൺടാക്റ്റുകൾ വളരെയധികം ഉപകാരപ്പെടും. 2026 കളർഫുൾ ആക്കാൻ നിങ്ങൾ എന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഇമെയിൽ. ക്ലീൻ യുവർ ഇമെയിൽ. അനാവശ്യ സബ്സ്ക്രിപ്ഷനുകളും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസും ക്യാൻസൽ ചെയ്യുക. ജങ്ക് മെയിൽ ഫോൾഡർ, ഡിലീറ്റഡ് ഫോൾഡർ ഇവയിലൊക്കെ കിടക്കുന്ന ഇനിയും ഡിലീറ്റ് ആക്കാൻ ബാക്കിയുള്ള മെയിലുകളെല്ലാം ഡിലീറ്റ് ആക്കുക. നിങ്ങളുടെ ഇൻബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സും അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ ആവശ്യം വരുന്ന മെയിലുകളെല്ലാം പ്രത്യേക ഫോൾഡറുകൾ ഉണ്ടാക്കി അതിലേക്ക് മാറ്റുക. നിങ്ങളുടെ ഇൻബോക്സ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക.
വർഷത്തെ മുഴുവൻ കളർഫുൾ ആക്കാൻ ഉപകരിക്കുന്ന ഒരു പോയിന്റാണ് ക്ലീൻ യുവർ ഫോൺ. നിങ്ങളുടെ ഫോൺ എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലും അതേപോലെ തന്നെ നിങ്ങളുടെ സ്ക്രീനുകളിലും ഉള്ള അനാവശ്യ ആപ്പുകളും അതേപോലെ തന്നെ മറ്റുള്ള ഐക്കണുകളും എല്ലാം എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഗാലറിയിൽ കിടക്കുന്ന വീഡിയോകളും ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റോറേജിലേക്ക് മാറ്റുക. അനാവശ്യമായിട്ടുള്ള ആപ്പുകൾ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുക. മറ്റുള്ള അനാവശ്യ ആപ്പുകളെല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ ഫോൺ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ ഇയർ സമാധാനം തരുന്ന ഒരു പോയിന്റാണ് സോഷ്യൽ മീഡിയ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ വാട്സപ്പിലെ അനാവശ്യമായുള്ള പ്രത്യേകിച്ചും റെഗുലറായി ഇടപെടാത്ത ഉപകാരപ്രദമല്ലാത്ത ഗ്രൂപ്പുകളെല്ലാം ലെഫ്റ്റ് അടിക്കുക, ക്ലിയർ ചാറ്റ് അടിക്കുക. ഫേസ്ബുക്കിലാണെങ്കിലും മറ്റുള്ള മീഡിയകളിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ എത്തിപ്പെടാത്ത, നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ക്വാളിറ്റിയും ആഡ് ചെയ്യാത്ത പേജുകളാണെങ്കിലും ശരി, ചാനലുകളാണെങ്കിലും ശരി, എല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നിന്നെല്ലാം എത്രയും പരമാവധി വിട്ടു നിൽക്കുക. നിങ്ങൾക്ക് വർഷം മുഴുവൻ സമാധാനം തരാനും അതേപോലെ തന്നെ വർഷത്തെ കളർഫുൾ ആക്കാനും ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അപ്ഡേറ്റ് യുവർ ഡിജിറ്റൽ സെക്യൂരിറ്റി. നിങ്ങളുടെ ബാങ്ക്, ഇമെയിൽ, സോഷ്യൽ മീഡിയ, നിങ്ങളുടെ ഫോണ്, ലാപ്ടോപ്പ് തുടങ്ങിയവയുടെയൊക്കെ പാസ്വേഡുകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ സൈബർ ഇടം എപ്പോഴും സെക്യൂറായിട്ട് കീപ്പ് ചെയ്യുക. ഇത്രയും ഞാൻ പറഞ്ഞ പോയിന്റുകളെല്ലാം നിങ്ങളുടെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നിങ്ങളുടെ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. അതിലൊന്നാണ് കീപ് ഡിസ്റ്റൻസ് ഫ്രം യുവർ ടോക്സിക് ഫ്രണ്ട്സ്. നിങ്ങളുടെ നെഗറ്റീവ് അടിക്കുന്ന അല്ലെങ്കിൽ ഏത് കാര്യത്തിലും നിരുത്സാഹപ്പെടുത്തുന്ന അപകടകരമായിട്ടുള്ള മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അനാവശ്യങ്ങളിലേക്ക് നിങ്ങളെ നിരന്തരം നിർബന്ധിക്കുകയും വലിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത്തരം സുഹൃത്തുക്കളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ക്രമേണ അവരുമായിട്ടുള്ള ബന്ധം മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും എപ്പോഴും സെക്യൂറായിട്ട് വെക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ ബന്ധപ്പെടാതെ പോയ നിങ്ങളെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട്, റീകണക്ട് യുവർ മിസ്സിംഗ് ഗുഡ് ഫ്രണ്ട്. നിങ്ങളുടെ നല്ല പഴയ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ പോയി ഒന്ന് കാണുക, അവരുമായിട്ടുള്ള ബന്ധങ്ങളൊന്ന് പുതുക്കുക, അല്ലെങ്കിൽ മിനിമം ഒരു കോളെങ്കിലും ചെയ്ത് അവരുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക. വർഷം മുഴുവൻ നിങ്ങൾക്ക് സമാധാനം, സന്തോഷം നൽകണമെങ്കിൽ ഈ വർഷം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ദ്രോഹം ചെയ്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ദ്രോഹം ചെയ്ത് ഏതെങ്കിലും ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ മറ്റാളുകളും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക. കഴിയുമെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു എന്ന കാര്യം അവരെ നേരിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും നിങ്ങളെ ഈ വർഷത്തിൽ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഒന്ന് വിളിച്ചിട്ട് കഴിയുമെങ്കിൽ ചെന്ന് കണ്ടിട്ട് അവരെ നന്ദി അറിയിക്കുക. ഓർക്കുക, നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങളാണ് മാന്യതയുള്ളവരാകുന്നത്, നിങ്ങളാണ് വലിയവരാകുന്നത്. റിമൂവ് വൺ ഓഫ് യുവർ ടോക്സിക് ഹാബിറ്റ്. നിങ്ങളുടെ അപകടകരമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്വഭാവത്തെ ഈ വർഷം വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ വർഷം തുടക്കത്തിൽ തന്നെ മാറ്റിവെക്കുക, ഒഴിവാക്കുക. സ്മോക്കിംഗ്, അതല്ലെങ്കിൽ നിരന്തരം മറ്റുള്ള അനാവശ്യ ചിത്രങ്ങളോ ഫിലിമുകളോ കാണുന്നത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിൽ ടൈം വേസ്റ്റ് ചെയ്യുന്നത്, ഇത്തരമുള്ള പല രീതിയിലുള്ള ടോക്സിക് സ്വഭാവങ്ങളും നമ്മളിൽ പല ആളുകളിലും ഉണ്ടാവും. കഴിയുമെങ്കിൽ മറ്റുള്ള ആളുകളെ കുറ്റം പറയുന്നതാകട്ടെ, മറ്റുള്ള ആളുകളെ കളിയാക്കുന്നത്, ഇൻസൾട്ട് ചെയ്യുന്നതാകട്ടെ, ഏത് രീതിയിലാണെങ്കിലും അത്തരം കഴിയാവുന്ന പരമാവധിയിലുള്ള എല്ലാ ടോക്സിക് ഹാബിറ്റുകളും നിങ്ങൾ എത്രയും പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യുക. നിങ്ങളുടെ ബാഡ് ഹാബിറ്റ് റിമൂവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റാണ് ആഡ് വൺ ന്യൂ ഗുഡ് ഹാബിറ്റ് ടു യുവർ ലൈഫ്. വായന, വ്യായാമം, പ്രാർത്ഥന തുടങ്ങി ഏത് രീതിയിലാണെങ്കിലും നല്ല സ്വഭാവങ്ങളെ ജീവിതത്തിലേക്ക്, ഒരു പുതിയ നല്ല സ്വഭാവങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യുക. 2026 കളർഫുൾ ആക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സെറ്റ് എ ഗ്രോത്ത് പ്ലാൻ എന്ന് പറയുന്നത്. നമ്മളെ ഗ്രോത്തിന് വേണ്ടിയുള്ള ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക. ഇത് വലിയ പ്ലാനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിലവിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ടത്തിലേക്ക് ആ ജോലിയെ ഒന്ന് ഉയർത്താൻ അല്ലെങ്കിൽ അതിന് ആവശ്യമായ നിങ്ങളുടെ സ്കില്ലൊന്ന് അപ്സ്കിൽ ചെയ്യുക. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും അത് ഒരു പുതിയ ജോലി തേടണമെങ്കിൽ അതിന് ഉപകരിക്കുന്ന രീതിയിൽ പുതിയ ഏതെങ്കിലും ഒരു സ്കില്ല് പഠിച്ചെടുക്കുക. AI പോലത്തതോ അല്ലെങ്കിൽ സ്പീക്കിംഗ് സ്കില്ല്, എഡിറ്റിംഗ് സ്കില്ല്, അല്ലെങ്കിൽ ഒരുപാട് റൈറ്റിംഗ് സ്കില്ല്, അങ്ങനെയുള്ള പല സ്കില്ലുകളും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് പഠിക്കാൻ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പുതിയ അപ്സ്കിൽ ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രോത്ത് പ്ലാൻ 2026 മാത്രമല്ല നിങ്ങളുടെ ജീവിതം മുഴുവൻ കളർഫുൾ ആക്കാൻ വേണ്ടി ഉപകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എക്സസൈസ്. സ്റ്റാർട്ട് എക്സസൈസ്. ദിവസം ഒരു 20 മിനിറ്റിൽ തുടങ്ങിയിട്ട് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. മിനിമം ഒരു 40 മിനിറ്റിലെങ്കിലും എത്തിച്ചിട്ട് ദിവസം ഒരു 40 മിനിറ്റ് നിർബന്ധമായിട്ടും വ്യായാമം ചെയ്യുന്ന ഒരു ശരീരത്തിന് യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ ദിവസവും നിങ്ങളുടെ വർഷവും എല്ലാം വളരെ കളർഫുള്ളായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. കുഞ്ഞുണ്ണി മാഷുടെ വളരെ പ്രശസ്തമായ വരികളാണ് വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്നുള്ളത്. വായന നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് കളറുകൾ ആഡ് ചെയ്യപ്പെടും. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഏതാണോ അത് 1-2 പേജെങ്കിലും സ്ഥിരമായി വായിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഖുർആൻ വായനയും ഒരു ശീലമാക്കുക. മിനിമം രാവിലെ പ്രഭാത നമസ്കാരത്തിന് ശേഷം യാസീൻ ഓതാനും അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ മുൽക്ക് സൂറത്ത് തബാറക്ക ഓതാനും ഒരു കാരണവശാലും മിസ് ചെയ്യാതെ പിന്തുടരുക, ശീലമാക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. 2026 നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ.
എല്ലാവർക്കും നല്ല ഐശ്വര്യപൂർണ്ണമായുള്ള സന്തോഷമുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു 2026 ഉണ്ടായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.